ഈ പാറമടയുടെ ആഴമെന്ന് പറയുന്നത് തന്നെ ഏറെക്കുറെ ഒരു 400 മീറ്ററുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതിന് താഴേക്ക് നോക്കിയാൽ ഒരു 400 മീറ്റർ എങ്കിലും താഴേക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പാറ പൊട്ടിച്ചിട്ടുണ്ട്. അതിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൊട്ടിച്ച് നീക്കുന്നതിന്റെ ജോലിയിലായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള 2 പേർ ഉണ്ടായിരുന്ന. ഒരാൾ ഈ ബുൾഡോസറിന്റെ ഡ്രൈവറും മറ്റൊരാൾ സഹായിയും ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് സംബന്ധിച്ച് രക്ഷപ്പെടുത്തുക എന്നുള്ള വാക്കിലെ അർത്ഥം അസ്ഥാനത്താണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തിരച്ചിൽ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നാലും ഇങ്ങനെ ഈ പാറക്കഷ്ണങ്ങൾ മുകളിൽ നിന്ന് വീഴുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും അപകടമുണ്ടാക്കുന്ന സ്ഥിതിയല്ലേ ഇതിപ്പോൾ? എന്താണൊരു പ്ലാൻ? കൂടുതൽ ആരെങ്കിലും വിദഗ്ധരെ വിളിക്കേണ്ടിയൊക്കെ വരുമോ? ഇത് എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ നിന്ന് ഇനിയും ഇടിയാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാതെ ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. സേഫ്റ്റി സംവിധാനം ഒന്നും തന്നെ വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. 2 പേർ അവിടെ ആ വലിയ കൂറ്റൻ പാറ കഷ്ണങ്ങൾ ബുൾഡോസറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ബുൾഡോസർ പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതിയാണ്. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷവും വീണ്ടും പാറകൾ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതും. അവിടേക്ക് ക്രെയിൻ വരുമെന്ന് പറയുന്നു. ക്രെയിൻ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇനി എങ്ങനെ രക്ഷാദൗത്യം നടത്താൻ സാധിക്കുക എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കുക. അഭിലാൽ ഉണ്ട്. അഭിലാൽ, ഇത് അത്ര എളുപ്പമല്ല എന്നിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. അദ്ദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു. അപ്പോൾ ക്രെയിൻ വന്നാലും എങ്ങനെ സാധ്യമാകും? ഇനി മുകളിൽ നിന്ന് പാറകൾ ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് അവിടുത്തെ പണിക്കാരായ അവിടുത്തെ ആളുകൾക്ക് അറിയാമായിരിക്കുമല്ലോ അതിൻ്റെ ഒരു പൊതുസ്ഥിതി എങ്ങനെയാണെന്ന്. ക്രെയിൻ വരുന്നുണ്ടല്ലേ? ക്രെയിൻ കൊണ്ടുവരുന്നുണ്ട് അങ്ങോട്ടേക്ക്. ഫയർഫോഴ്സ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രെയിൻ ഈ പാറമടയുടെ ഒരു കോണിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെയും ഒരു വലം വെച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരത്തുള്ളൂ. അതിന് പക്ഷേ അധികം സമയം വേണ്ടി വരികയില്ല. കാരണം അത്യാവശ്യം 4 ചാടുള്ള വാഹനങ്ങൾ എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ നടന്ന് എത്തിയിട്ടുള്ളത്. അതിനുശേഷം ക്രെയിൻ ഇവിടെ എത്തിച്ച ശേഷം അടുത്ത നടപടി എന്താണ് എന്നുള്ളതാണ് ശ്രദ്ധയോടുകൂടിയും അതോടൊപ്പം തന്നെ ജാഗ്രതയോടുകൂടിയും നോക്കിക്കാണേണ്ടത്. കാരണം ഈ അപകട സ്ഥലത്ത് ഇനിയും പാറക്കഷ്ണങ്ങൾ അടർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന മുകളിൽ നിന്ന് അടർന്നു വീണത് തന്നെ വലിയ വലിപ്പമുള്ള പാറയുടെ കഷ്ണമാണ്. അത് തന്നെ വിണ്ട് കയറിയിരിക്കുന്നുണ്ട്. അവശേഷിക്കുന്ന പല ഭാഗത്തും മുകളിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും പാറ വിണ്ട് കയറിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് ഏത് നിമിഷവും അതിന്റെ കഷ്ണങ്ങൾ താഴേക്ക്, അതുകൊണ്ട് തന്നെ ഏറെ അപകടം പിടിച്ചതും ഏറെ മായ ഒരു തിരച്ചിലിനാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, അന്നേരം ഇവിടെ ഇല്ല. നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അറിഞ്ഞു കേട്ടാണ് വന്നു കഴിഞ്ഞ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഒരു ഒറീസക്കാരനും ഒരു ബംഗാളിയുമാണ്. അവരിൽ അതിൽ ലഞ്ച് കഴിച്ചും വെച്ച് ഇവിടെ വന്നിട്ട് ആഹാരം കഴിച്ചും വെച്ച് ബാക്കി പരിപാടി ചെയ്യാനെ കൊണ്ടുള്ള ഒരു റോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. ആ ക്ലിയർ ചെയ്ത് വരുന്ന ആ റോഡ് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പറും ഓപ്പറേറ്ററും കൂടി ഇറ്റാച്ച് വന്നത്. ആ സമയത്താണ് മാന്തിക്കൊണ്ടിരുന്നപ്പോഴായിരിക്കും ആ ഷെയ്ക്ക് കൊണ്ടായിരിക്കും ചിലപ്പോൾ മേളിൽ നിന്നുള്ള പീസ് അടന്ന് താഴെപ്പോയത്. അപ്പോൾ അതിന് കീഴിൽ അവർ ഷക്കായിപ്പോയി. തട്ടായി തിരിച്ച് വഴി വെട്ടി അങ്ങനെ ഓരോ ഷെയർ ആയിട്ടാണ് ഇവർ കയറ്റി വിടുന്നത്. കാരണം ഓരോ ലെയർ ആക്കിയിട്ട് ആ ലെയറിൽ കൂടെ പൊട്ടിച്ച് അത്രയുടെ മാറ്റുക. എന്നിട്ട് അടുത്ത ഇവിടുന്ന് ഈ റോഡ് ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ചെറിയ പൊട്ടിച്ച് ഈ ഒരു ലെയറും കൊണ്ട് അങ്ങോട്ട് പോകും. ആ വഴി ഒരുക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നിരുന്നത്. ക്വാറികളിലൊക്കെ കാണുന്ന പോലെ തട്ടായി തിരിച്ചാണ് പാറ പൊട്ടിക്കുക. അപ്പോൾ ആ തട്ടായി തിരിക്കുന്നതിൻ്റെ അത് വഴിയും കൂടി ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് ഒരുപക്ഷെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ അതിൻ്റെ ഷെയ്ക്കിലായിരിക്കും മുകളിൽ നിന്ന് കല്ലുകൾ താഴേക്ക് വീണത് എന്നാണ്. എന്തായാലും വല്ലാത്തൊരു സ്ഥിതിയാണ്. ഫയർഫോഴ്സും ഒക്കെ സംവിധാനം അവിടെ എത്തിയെങ്കിലും എന്ത് ചെയ്യും എന്ന്, കാരണം അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ പൊട്ടിച്ച പാറകൾ എടുത്തു മാറ്റുകയായിരുന്നു ഈ ബുൾഡോസർ. ഒരു ഡ്രൈവറും സഹായിയുമാണ് ഉണ്ടായിരുന്നത്. ഇവർ ഈ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ കൂറ്റൻ പാറകൾ ഈ ബുൾഡോസറിന്റെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ബുൾഡോസർ പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതിയാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വീണ്ടും പാറകൾ ഇടിഞ്ഞു വീഴുന്നുണ്ട് എന്നത് തന്നെയാണ്. ക്രെയിൻ അവിടെ എത്തിക്കാനാണ് ഇനി പദ്ധതി. ക്രെയിൻ എത്തിയാലും എങ്ങനെ ഈ ഒരു രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നതിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. വീണ്ടും പാറകൾ അടർന്നു വീഴുമോ എന്നൊരു സംശയം നിലനിൽക്കുകയാണ്.